സജ്ജനങ്ങളെ, ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുമല്ലോ. പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾക്ക് പൊതുവെയുള്ള ദോഷങ്ങളും ഓരോ ദശാപഹാര കാലങ്ങളിലുണ്ടാകുന്ന ദോഷങ്ങളും പരിഹരിക്കുന്നതിന് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ് ഈ ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. പരിഹാരക്രിയകൾ നിരവധിയാണ്. ജാതകന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് അനുഷ്ഠിക്കാവുന്നതാണ്. ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരക്രിയ ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് ഓർക്കുക. അനുഷ്ഠാനങ്ങളിൽ വിശ്വാസവും അത് ചെയ്യുന്നതിൽ പരിപാവനതയും പൂർണ്ണതയും ആശ്രയിച്ചായിരിക്കും ഫലം. ആദ്യമായി പുണർദം നക്ഷത്രം. ബുധ ശുക്ര ചന്ദ്രദശകളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. പൂരുരുട്ടാതി പുണർദം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ഉത്തമമാണ്. പുണർദവും വ്യാഴാഴ്ചയും ചേരുന്ന ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തുന്നതും ശ്രേയസ്കരമാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും ദർശനം നടത്തേണ്ടത്. ആയില്യം, പൂരം, അത്തം, അവിട്ടം എന്നീ നാളുകൾ പ്രതികൂലമാണ്. മഞ്ഞ, ക്രീം എന്നിവ ഭാഗ്യ നിറങ്ങളാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ ദേവത അതിഥിയാണ്. അതിഥി മന്ത്രവും നിത്യവും ജപിക്കുന്നത് ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരും. മന്ത്രം ഓ അതിഥിയെ നമ. അടുത്തതായി പൂയൻ നക്ഷത്രം. കേതു, ചൊവ്വ, സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അനിഴമുത്രട്ടാതി പൂയൻ നാളുകളിൽ ക്ഷേത്രദർശനം നടത്തേണ്ടതാണ്. ശനിയെ പ്രീതിപ്പെടുത്തിയാൽ, ശനിയും പൂയും ഒത്തുവരുന്ന ദിവസം ക്ഷേത്രാരാധനയും പൂജയും നടത്തിയാൽ ജീവിതത്തിൽ ഐശ്വര്യമായിരിക്കും ഫലം. മകരത്തിലെ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്നത് ഈ നാളുകാർക്ക് വളരെ ഐശ്വര്യപ്രദമാണ്. ശനിയാഴ്ച തോറും അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും ഉത്തമമായി കാണുന്നു. മകം, ഉത്രം, ചിത്തിര, പൂരിട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ്. നീല, കറുപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങൾ പൂയൻ നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുവരും. പൂയൻ നക്ഷത്രത്തിൻ്റെ ദേവൻ ബൃഹസ്പതിയാണ്. ബൃഹസ്പതി മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. മന്ത്രം ഓം ബൃഹസ്പതിയെ നമ. അടുത്തതായി ആയില്യൻ നക്ഷത്രം. ആയില്യൻ നക്ഷത്രക്കാർ ശുക്രൻ, ചന്ദ്രൻ, രാഹു എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. തൃക്കേട്ട, ആയില്യം, രേവതി നാളുകളിൽ ക്ഷേത്രദർശനം നടത്തണം. ബുധനാഴ്ച വ്രതവും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഉത്തമമാണ്. ആയില്യവും ബുധനും വരുന്ന ദിവസം പ്രത്യേക പൂജകൾ നടത്തിയാൽ ജീവിതത്തിൽ ഐശ്വര്യമാണ് ഫലം. പൂരം, അത്തം, ചോതി, പൂരുരുട്ടാതി എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. പച്ച, വെള്ള എന്നീ നിറങ്ങൾ ആയില്യം നാളുകാർക്ക് അനുകൂലമാണ്. ആയില്യത്തിൻ്റെ ദേവത സർപ്പമാണ്. സർപ്പമന്ത്രവും നിത്യവും വഹിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യമായിരിക്കും ഫലം. മന്ത്രം ഓം സർപ്പഭ്യോ നമ. തങ്ങളുടെ നക്ഷത്രങ്ങളുടെ ദേവതകളെ വിധിയാവണ്ണം പ്രാർത്ഥിച്ച് ആരാധിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യമായിരിക്കുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. തുടർന്നുള്ള നക്ഷത്രങ്ങളുടെ ദോഷങ്ങളും പരിഹാരങ്ങളും തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണാം. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനലായ രുദ്രവീണയെ പിന്തുടരാൻ മറക്കില്ലല്ലോ.